ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിന്റെ 4-ാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുകയാണ്. പലർക്കും ഒരു സംശയമുണ്ട്, എത്ര മണിക്കാണ് ചോദ്യം ഇടുന്നതെന്ന്. എല്ലാ ദിവസവും രാവിലെ 10 മണി ഇന്ത്യൻ ടൈമാണ്, രാവിലെ 10 മണിക്കാണ് ചോദ്യം ഇടുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേജുകളിൽ എത്തുന്നതാണ്. ആ കാര്യവും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നലത്തെ ചോദ്യം എല്ലാവർക്കും ദൈവവചന പഠനത്തിനായി പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നേരെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. അവസാനമായിട്ട് ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും വിജയികളെയും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. മത്തായി സുവിശേഷത്തിൽ നിന്നുമാണ് ഇന്നത്തെ ചോദ്യവും ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ പരസ്യ കാലയളവിൽ താൻ അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട അത്ഭുതവുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ ചോദ്യത്തിന് ചില ക്ലൂകൾ തരും, ഏകദേശം 4 ക്ലൂവോളം തരും. ആ 4 ക്ലൂവിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആദ്യത്തെ ക്ലൂ ഇതാണ്. മത്തായി സുവിശേഷത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു ദേശമാണ്. ഈ ദേശത്തിന് 3 അക്ഷരമാണുള്ളത്. രണ്ടാമത്തെ ക്ലൂ ആണ്, ഈ ദേശത്തിന് 3 അക്ഷരമാണുള്ളത്. മൂന്നാമത്തെ ക്ലൂ ഇതാണ്. ഈ ദേശത്തിൻ്റെ അവസാനത്തെ 2 അക്ഷരം നോക്കിയാൽ ഒരു ആയുധമാണ്. നാലാമത്തെ ക്ലൂ ഇതാണ്. ഒരു പ്രധാനപ്പെട്ട അത്ഭുതം ചെയ്തതിന് ശേഷം യേശു ഈ ദേശത്തേക്കാണ് പോയത്. ക്ലൂ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മത്തായി സുവിശേഷത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു ദേശമാണ്. രണ്ടാമത്തെ ക്ലൂ 3 അക്ഷരമുള്ള ഒരു ദേശമാണ്. മൂന്നാമത്തെ ക്ലൂ അവസാനത്തെ 2 അക്ഷരം ഒരു ആയുധമാണ്. നാലാമത്തെ ക്ലൂ ഇതാണ്. ഒരു പ്രധാനപ്പെട്ട അത്ഭുതം ചെയ്തതിന് ശേഷം യേശു ഈ ദേശത്തേക്കാണ് പോയത്. നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാർക്ക് എറിഞ്ഞു കൊടുക്കുകയും ഇത് ശ്രീഭണ്ഡാരത്തിലിടുവാൻ വിഹിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരദേശികളെ കുഴിച്ചിടുവാൻ നിലം വാങ്ങിയതായിട്ട് നാം വായിക്കുന്നു. ഇതൊരു പ്രവചന നിവർത്തീകരണമായിരുന്നു. ഏത് പ്രവാചകന്റെ പ്രവചന നിവർത്തീകരണമായിരുന്നു ഇത്? ഉത്തരം ഇതാണ്, ഇരമ്യ പ്രവാചകന്റെ. അതായത് മത്തായി സുവിശേഷം 27-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് ഇരമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവർത്തി വന്നു. ഇനി നമുക്ക് ഇന്നലത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്നലത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ചന്ദ്രലേഖയാണ്. ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് 10:05 ആയപ്പോഴേക്കും. രണ്ടാമതായി ഉത്തരം അയച്ചത് സിസ്റ്റർ ജിൻസി SL 10:05 ആയപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട്. മൂന്നാമതായി ഉത്തരം അയച്ചയാൾ സിസ്റ്റർ വിനിത പ്രസാദ് 10:05 ആയപ്പോഴേക്കും ഉത്തരം അയച്ചു. സ്വാഭാവികമായ ഒരു സംശയം തോന്നാം, 3 പേരും ഒരേ സമയത്താണല്ലോ ഉത്തരം അയച്ചതെന്ന്. എന്നാൽ ഉത്തരം വന്ന ഓർഡർ അനുസരിച്ചാണ് 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് വിജയികളെ തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബിൽ അറിയിക്കുകയും നിങ്ങളുടെ ഉത്തരങ്ങൾ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു.